നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നാട്ടുകാർക്ക് കൗതുകമായി കൊടിഞ്ഞിപ്പള്ളിയിലെ ഈന്തപ്പനകൾ കായ്ച്ചു. ചുട്ടുപൊള്ളുന്ന മരുഭൂമികളിൽ മാത്രം കണ്ടുവരുന്ന ഈന്തപ്പനകൾ കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. കൊടിഞ്ഞിപ്പള്ളിക്ക് അലങ്കാരമായി കുലച്ച ഈന്തപ്പനകൾ. നൂറ്റാണ്ടുകളുടെ മതസൗഹാർദ്ദ ചരിത്രമുള്ള കൊടിഞ്ഞിപ്പള്ളിയുടെ മുറ്റത്ത് ഈന്തപ്പഴത്തിന്റെ മാധുര്യം. മണലാരണ്യത്തിലെ കായ്ഫലം കേരളത്തിലെ മണ്ണിലും സമൃദ്ധമായി വിളയുന്നത് നാടിന് കൗതുക കാഴ്ചയായി. പള്ളിക്ക് അലങ്കാരമായി നട്ട 19 ഇനം ഈന്തപ്പനകളിൽ 12 എണ്ണമാണ് ഇപ്പോൾ കുലച്ചു നിൽക്കുന്നത്. 4 വർഷം മുൻപ് മഹല്ല് നിവാസിയായ കൊണ്ടാണത്ത് ബാവ തമിഴ്നാട്ടിൽ നിന്നെത്തിച്ച ഫീനിക്സ് ഇനത്തിൽപ്പെട്ട പനകളാണിത്. പള്ളിയുടെ പ്രധാന കവാടത്തിന് ഇരുവശങ്ങളിലുമായി നട്ട ഇവയിൽ 12 എണ്ണവും കായ്ച്ച് ചിലത് വിളവെടുപ്പിന് പാകമായിട്ടുണ്ടെന്ന് കൊടിഞ്ഞിപ്പള്ളി കമ്മിറ്റി സെക്രട്ടറി പത്തൂർ കുഞ്ഞോൻ ഹാജി പറഞ്ഞു. കൊടിഞ്ഞിപ്പായ ജമാഅത്ത് പള്ളി പുതുക്കി പണിയ സമയത്ത് ധാരാളം വൃക്ഷങ്ങൾ ഇതിൻ്റെ ചുറ്റുഭാഗത്തു നിന്നും അതിൻ്റെ പള്ളിയുടെ പുനർനിർമ്മാണത്വം വെട്ടിമാറ്റുകയുണ്ടായി. പിന്നീട് പള്ളി നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ചുറ്റുഭാഗത്തും മരങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്ന് കമ്മിറ്റിയെ ഒരു അഭിപ്രായം വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫലവൃക്ഷം എന്ന രീതിയിൽ നമുക്ക് ഈത്തപ്പന വെക്കാമെന്ന് അഭിപ്രായം വന്നൊരു അടിസ്ഥാനത്തിൽ കൊടിഞ്ഞി സ്വദേശിയായ കൊണ്ടാണത്ത് ബാവയെ സമീപിക്കുകയും അദ്ദേഹം 19 ഈത്തപ്പന മരം പള്ളിയിലേക്ക് സംഭാവന ചെയ്യുകയുണ്ടായി. 4-5 വർഷത്തിന് മുമ്പാണ് ഈത്തപ്പന കൊടിഞ്ഞിപ്പള്ളി കൊമ്പൗണ്ടിൽ വളരെ വൃത്തിയായി നല്ല രീതിയിൽ അത് ഇവിടെ നട്ടത്. അപ്പോൾ കഴിഞ്ഞ വർഷം ചെറിയ രീതിയിലൊക്കെ അത് കൊലച്ചെങ്കിലും അത് ആ കൊല വന്ന സമയത്ത് തന്നെ അത് കൊഴിഞ്ഞു പോവുകയുണ്ടായി. ഈ വർഷം ഏകദേശം 12ഓളം മരങ്ങൾ നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട്. ചിലതൊക്കെ വിളവെടുപ്പിന് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കൊടിഞ്ഞിപ്പള്ളിയെ സംബന്ധിച്ച് അതുപോലെ തന്നെ കൊടിഞ്ഞിപ്പള്ളിയുടെ കോമ്പൗണ്ടിൽ ധാരാളം മാവുകളും പുലാവും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം തന്നെ നമുക്ക് പല അതിൻ്റെ കായ്ഫലം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പരിപാലിക്കുന്നത് പള്ളി ജീവനക്കാരായ കരുവാട്ടിൽ അംസയും അതുപോലെ തന്നെ പാലക്കാട്ട് അംസയും ഉള്ള ആൾക്കാരാണ് ഇത് പരിപാലിക്കുന്നത്. അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ 12 മരങ്ങൾ നമുക്ക് അവിടെ കായ്ച്ചിട്ടുണ്ട്. അടുത്ത വർഷം അത് മറ്റുള്ള മരങ്ങളൊക്കെ കായ്ക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് പിന്നെ ഈ വർഷം മുതലാണ് കൂടുതൽ കായ്ക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ വർഷം 1-2 മരം പൂത്തിരുന്നു, അത് ആ സമയത്തിന് ഉണങ്ങി പോവുകയുണ്ടായത്. ഈ വർഷം എല്ലാ മരത്തിലും ഒരു 12 മരത്തിലും നല്ല ഒരു 8-9-10 കൊലകളൊക്കെ ഉള്ള ഈത്തപ്പന ഉണ്ട്. ഇപ്പൊ ഇടയ്ക്ക് ഇവിടുന്ന് ആൾക്കാർ കൊണ്ട് നമ്മൾ തിന്ന് നോക്കിയപ്പോൾ അതിങ്ങനെ മധുരമുണ്ട്. അപ്പോൾ ഗൾഫിലേന് ഈ റത്തബ് എന്ന് പറയും, പിന്നെ തമ്മർ എന്ന് പറയും. ഇപ്പൊ റത്തബ് രീതിയിലാണ് ഇപ്പൊ അതുള്ളത്. 2 പ്രാവശ്യം ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ള പിന്നെ ശുശ്രൂഷകൾ ഈ മരത്തിന് കൊടുക്കലുണ്ട്. അതിന് പിന്നെ ഈ മരം തന്ന ഒരു കമ്പനിക്കാരുണ്ട് നമുക്ക് ഈ ഈത്തപ്പന മരം ഇവിടെ കൊണ്ടുവന്ന് അവരാൾക്കാർ വന്നിട്ട് അതിന് 2 പ്രാവശ്യം ശുശ്രൂഷകൾ പ്രത്യേകിച്ച് പിന്നെ ഒരു ലിക്വിഡൊക്കെ അതിനെ മേലെ തേച്ച് അതിന് പൂപ്പലും ചതുരും ഇല്ലാതിരിക്കാനുള്ള ട്രീറ്റ്മെന്റുകൾ നടത്താറുണ്ട്. മഹല്ല് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ പള്ളി ജീവനക്കാരായ കരുവാട്ടിൽ ഹംസ, പാലക്കാട്ട് ഹംസ എന്നിവരുടെ ചിട്ടയായ പരിചരണമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. വർഷത്തിൽ 2 പ്രാവശ്യം അതിന്റെ വളമിടല്. അത് ആട്ടും കാഷ്ടങ്ങളും പിന്നെ എള്ളും പിണ്ണാക്ക് ബേഫും പിണ്ണാക്ക് ഇങ്ങനെയുള്ള വളങ്ങളാണ് അതിന് കൊടുക്കല്. ഒരു ദിവസം ഇടവിട്ട് നനക്കും വേണം. അങ്ങനെ അതിന്റെ പരിപാടികള്. അപ്പൊ കഴിഞ്ഞ വർഷം കുറച്ചുണ്ടായിനി, ഒരു മരത്തിന് 2 കൊല അതൊക്കെ ചെറിയ കൊലന്ന് വീണ് പോയി. ഇപ്പൊ നല്ല ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അൽഹംദുലില്ലാഹ് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ട്. പിന്നെ ഒരു 5 ദിവസം 20 ദിവസം കൂടുമ്പോൾ അതിന്റെ പുല്ലൊക്കെ ചെത്തി വൃത്തിയായി കൊടുക്കും. അങ്ങനെയുണ്ട് സിസ്റ്റങ്ങള്. ഇല്ല, ഇതിമ ഒന്നും കഴിച്ചു. പിന്നെ ഇതിന്റെ പട്ട വെട്ടി കൊടുക്കും. ഒരു 4 മാസം കൂടുമ്പോ വട്ട വെട്ടി കൊടുക്കും. കെട്ടി വെച്ചിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. അപ്പൊ അതിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. കഴിച്ചു, 1 മാത്രം കഴിച്ചുള്ളൂ. അത് ചെറിയ കൊലയായിരുന്നു, അത് വീണ് പോയി. പിന്നെ 2ാം പ്രാവശ്യം ആയതാണ് മൊത്തത്തില് ഇത്രയും കൊലകൾ. ഓരോ കൊലകളുണ്ട്. 10 കൊലകളുണ്ട്. മധുരമുണ്ട്. വലിയ കുരുവാണ് ഇപ്പൊ ഉള്ളത്. ഇനി അടുത്ത വർഷം കഴിക്കുമ്പോൾ അതിന്റെ കുരു ചെറുതായിട്ട് മേലെ വലുതായിട്ട് വരുന്നതാണ് അതിന്റെ ആളുകൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. പള്ളിന്റെ സെക്രട്ടറി നമ്മളോട് ആവശ്യപ്പെട്ട്, കാരണം അവിടെ ആ റോഡിന്റെ 2 സൈഡും കാലിയായി കിടക്കുകയായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു സൗന്ദര്യവും അവിടെ
ഒരു നല്ല ഒരു മരം വെക്കുക എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഈത്തപ്പഴത്തിന്റെ ഇത് കൊടുന്നു വെച്ചത്. അതിന്റെ ഭാഗമായിട്ട് അൽഹംദുലില്ലാ അതിപ്പോ കാഴ്ച എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഏകദേശം 5 വർഷം ആയിട്ടുണ്ടാവും ഇത് വെച്ചിട്ട്. സിൽവർ എന്ന ഗണത്തിൽപ്പെട്ടതാണ്. തരക്കേടില്ലാത്ത നല്ല ഈത്തപ്പഴത്തിന്റെ മരത്തിൽപ്പെട്ടതാണ്. വേണ്ട രീതിയിൽ പരിപാലിച്ചാൽ നല്ല പല ഇത് കിട്ടും, ഈത്തപ്പഴം കിട്ടും. മദ്രാസിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മദ്രാസിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ഇതിൽപ്പെട്ടതാണ്, നല്ല ക്വാളിറ്റി പെട്ട. അത് പാരാഗണമൊക്കെ ചെയ്ത് നല്ല അതിൻ്റെതായ രീതിയിൽ പരിപാലിക്കാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളർന്ന് വരും. കൊടിഞ്ഞിപ്പള്ളിയുള്ള ആളുകൾക്കെല്ലാം അതൊരു ഉപകാരപ്പെടും. വീട്ടില് വെച്ചത് ആ ഗണത്തിൽപ്പെട്ടതല്ല, ഒരു സാധാരണ ഇതിൽപ്പെട്ടതാണ്, വലിയ സൈസ്. വീട്ടിലത്തെ അതും കാഴ്ചിട്ടുണ്ട്. ഇതിൽ വേണ്ടത് അതിൻ്റെതായ രീതിയിൽ പരിപാലിക്കണം, പരിപാലനം വേണം. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ പോഷകം കിട്ടും. ബാവ ഒരു പ്രവാസി വ്യവസായിയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ബാവക്ക് ഇങ്ങനത്തെ ഈത്തപ്പനയോട് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിപ്പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയതിനു ശേഷം അവിടെ മരങ്ങൾ വെക്കണം എന്ന് വിചാരിച്ചപ്പോ ബാവാനോട് കുഞ്ഞിപ്പള്ളി സെക്രട്ടറി കുഞ്ഞനാജിയത് ആവശ്യപ്പെടുകയും ബാവ പെട്ടെന്ന് തന്നെ ഏത് മരം ആക്കേണ്ടത് ഈത്തപ്പന മതി എന്ന് പറഞ്ഞിട്ടാണ് അത് കൊണ്ടുവന്നത്, അവിടെ വെച്ചത്. അത് കായ്ക്കുന്നുള്ള പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ലൊരു ഭംഗിയുള്ള സംഭവമാണ്. നല്ല കാതലായ സ്ഥലത്ത്, നല്ല വെയിലൊക്കെ, നല്ല വെയിലും വെള്ളവും. ഇതിൽ ഏറ്റവും വേണ്ടത് നല്ല കാച്ചില്, നല്ല വെയിലുള്ള സ്ഥലം ആണ് വേണ്ടത്. വീട്ടിലൊക്കെ ബാവാനെ സംബന്ധിച്ച് ബാബ ഒരു പ്രവാസി വ്യവസായം കൂടിയാണ്. അദ്ദേഹത്തിന് ഈ മരങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലൊക്കെ ഒരുപാട് തെങ്ങുകളും ഇതുപോലെ തന്നെ ഈന്തപ്പഴം വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെയും ചിലതൊക്കെ കായ്ച്ചിട്ടുണ്ട്, ഇതിനു മുമ്പും കായ്ച്ചിരുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാണാം. മമ്പുറം സയ്യിദ് അലവി തങ്ങൾ നിർമ്മിച്ച ഈ പള്ളി മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു കേന്ദ്രം കൂടിയാണിത്. പള്ളി നിർമ്മാണത്തിനെത്തിയ ആശാരി, കുറുപ്പ്, കൊല്ലൻ, വണ്ണാൻ കുടുംബങ്ങൾക്ക് ഇവിടെ ഭൂമി നൽകി താമസിപ്പിച്ച ചരിത്രം പള്ളിക്കുണ്ട്. പള്ളിയുടെ വിവിധ ആചാരങ്ങളിൽ പല അവകാശങ്ങളും ഇവർക്കായി മാറ്റിവെച്ചിട്ടുമുണ്ട്. തീർപ്പാക്കാത്ത കേസുകൾക്ക് പരിഹാരം കണ്ടെത്തുന്ന കോടതി കൂടിയാണ് കൊടിഞ്ഞിപ്പള്ളി. പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും തീർപ്പാക്കാത്ത സങ്കീർണമായ കേസുകൾ പോലും കൊടിഞ്ഞിപ്പള്ളിയിലെ സത്യം ചെയ്യലിലൂടെ പരിഹരിക്കപ്പെടാറുണ്ട്. ന്യൂസ് ഡെസ്ക്, തിരുരങ്ങാടി ടുഡേ. ഈ വെഡിംഗ് സീസൺ ആഘോഷമാക്കാം സമ്മാനങ്ങളിലൂടെ. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസൻസ് ദി വെഡിംഗ് സ്റ്റോറി. ഏപ്രിൽ 5 മുതൽ ജൂൺ 30 വരെ ആമയിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യൂ. വിവാഹാഭരണങ്ങൾക്ക് പണിക്കൂലി വെറും 1.9% മുതൽ. തീർന്നില്ല, ഡയമണ്ട് റിംഗ്, റിസോർട്ട് സ്റ്റേ ഫോർ കപ്പിൾ ആൻഡ് ഒരു വെഡിംഗ് പാർട്ടിക്ക് പണിക്കൂലി തിരികെ നൽകുന്നതുമാണ്. വേഗം പോരൂ ചെമ്മാട് ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക്. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.